ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അപകടത്തിൽ ആശ്രയം നൽകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രകളെ, നിയോഗങ്ങളെ, ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ എല്ലാം സമർപ്പിക്കാം. ഇന്ന് കർത്താവ് നമ്മുടെ കൈ പിടിച്ച് എല്ലാ കാര്യങ്ങളിലും വഴി നടത്തുന്നതിന്, എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിന് ശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് താഴ്മയോടെ, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 3:1-8 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു. ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവേ, എഴുന്നേൽക്കണമേ. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചികിട്ടത്തടിച്ചു, ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു. വിമോചനം കർത്താവിൽ നിന്നാണ്. അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ. സ്നേഹവും കാരുണ്യവും നിറഞ്ഞ കർത്താവായ ദൈവമേ, ഈ പുതിയ ദിവസത്തെ നൽകി അങ്ങയുടെ സന്നിധിയിലേക്ക് വീണ്ടും പ്രാർത്ഥിക്കാനായി ഞങ്ങളെ വിളിച്ച അവിടുത്തെ വിശ്വസ്തതയെ ഓർത്ത്, അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, സകല ശത്രുക്കളിൽ നിന്നും, ശത്രുദോഷങ്ങളിൽ നിന്നും, പൈശാചിക പീഡകളിൽ നിന്നും ഇന്നത്തെ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം എല്ലാ അപകടങ്ങളിൽ നിന്നും, മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ജീവിത പങ്കാളിയെ, കുടുംബാംഗങ്ങളെ നീ രക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം നിന്റെ കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ. ഞങ്ങൾ സഹായത്തിന് നിലവിളിക്കുമ്പോൾ എൻ്റെ ദൈവമേ, നീ ഞങ്ങളെ സഹായിക്കാൻ വരണമേ. കർത്താവേ, നിന്റെ ശക്തമായ കരം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മേൽ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളുടെ മേലും നിന്റെ സഹായം ഞങ്ങൾക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ഭയം നീക്കി, നിരാശ മാറ്റി ഇന്ന് എല്ലാം നിന്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾക്ക് നടക്കട്ടെ. കർത്താവേ, നിന്നെ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ തല നിവർത്തിപ്പിടിച്ച് നടക്കാൻ കർത്താവേ, നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. നീ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നെല്ലാ കാര്യങ്ങളിലും നിന്റെ ശക്തി ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. കർത്താവ് ഞങ്ങളുടെ തുണയായുണ്ട് എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങൾ ഭയപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകി ഇന്നത്തെ ദിവസം ധൈര്യമായി മുന്നോട്ട് ജീവിക്കാനുള്ള കൃപ കൊടുക്കണമേ. ഞങ്ങളുടെ ജീവിതം നിനക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇന്നുവരെ നീ ചെയ്ത കാരുണ്യത്തെയും അനുഗ്രഹത്തിനെയും നന്ദി അർപ്പിച്ച് ദൈവത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്ഷാകവചവും അങ്ങയുടെ മഹത്വവും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, എല്ലാ ശത്രുക്കളിൽ നിന്നും, ശത്രുദോഷങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ നീ രക്ഷിക്കണമേ. കുടുംബത്തിൽ നിന്ന് എല്ലാവിധ കലഹങ്ങളും മാറി
അവിശ്വസ്തത മാറി ദൈവത്തിൻ്റെ ചൈതന്യം ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിർത്തണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ യാത്രകളെയും ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിനക്ക് ഭയത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. എല്ലാറ്റിലും ഉപരി നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ഒരിക്കലും നിരാശയിലല്ല സന്തോഷത്തിൽ ജീവിക്കാൻ ഇന്ന് ഞങ്ങൾക്ക് നീ ശക്തി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങളെ അങ്ങേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കരുണയുണ്ടാകണമേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങൾക്ക് നീയല്ലാതെ മറ്റാരുമില്ല, സഹായത്തിന് നീയല്ലാതെ മറ്റാരുമില്ല. വിശ്വസ്തനായ ദൈവമേ, നിന്റെ വിശ്വസ്തതയിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു, ആനന്ദിക്കുന്നു. എല്ലാ മേഖലയിലും ഇന്ന് ഞങ്ങൾക്ക് സുരക്ഷിതത്വവും സമാധാനവും നൽകി വിജയം നൽകി അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാക്കി മാറ്റണമേ. പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിലായിരിക്കുന്ന രേഷ്മ എന്ന മകൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. സുഖപ്രസവം നൽകി ആരോഗ്യപരമായ കുഞ്ഞിനെ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ ആവശ്യങ്ങളിൽ അത്ഭുതകരമായ ദൈവകരം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ ഓരോന്നും സാധിച്ചു തന്ന് നിങ്ങളുടെ കൂടെയിരുന്ന് എല്ലാ കാര്യങ്ങളിലും സഹായവും അനുഗ്രഹവും നൽകി സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും.